ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. അങ്ങനത്തെ ബാഗും തൂക്കിക്കൊണ്ട് കുഞ്ഞിനെയും കൈമ പിടിച്ചുകൊണ്ട് എടുപ്പൊന്നല്ലേ. അതായത് ഞാനും അയ്യനും കസിനും കൂടിയിട്ട് ഹാസന വരെ പോകുന്നില്ല കേട്ടാ. ഒരാൾക്ക് ഹാസന എവിടെയെന്ന് അറിയുന്നുണ്ടായില്ല. ബാംഗ്ലൂരിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. കുറച്ച് അതേ റോഡ് തന്നെ, സെയിം റോഡ് തന്നെ, കുറച്ച് അടുത്തായിട്ട് വരും. സോ അത്ര ലോങ് നമ്മൾ പോകുന്നില്ല കേട്ടാ. അവിടെ പോകുമ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ടാവും എന്ന് പറഞ്ഞിനി. പകലത്ര തണുപ്പില്ല, രാത്രിയും പിന്നെ എന്താ പറയല്, ഈ രാവിലെ എല്ലാം സഹിക്കാൻ പറ്റാത്ത തണുപ്പെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം, അതായത് തടിച്ച കുപ്പായെല്ലാം, സ്വെറ്റർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, റോട്ടുമ്മ എത്തുമ്പോഴത്തേക്ക് നല്ല മഴ. രാവിലെ പോയിട്ട് നമ്മൾ 6 മണിയാകുമ്പോൾ പിറക്കുന്ന കഴിഞ്ഞ് ഓട്ടോറിക്ഷ കിട്ടിയിട്ടേ ഇല്ല. ലാസ്റ്റ് ഒരു ഓട്ടോറിക്ഷ കിട്ടി. അപ്പോഴത്തേക്ക് എൻ്റെ ഇച്ച കോളാക്കിയിട്ട് ഞാൻ മംഗലാപുരം വരുന്നുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ടാകുന്നാൽ മതി. അങ്ങനെ നേരെ ഇച്ചാനും കൂട്ടിയിട്ട് വരുന്നില്ല കേട്ടോ. ഓനിക്ക് ആക്ച്വലി എന്താ വെച്ചെങ്കിൽ ഓനിക്ക് ലോറി അൺലോഡ് ആക്കാനുണ്ട്. അതുകൊണ്ട് ഓന് രാവിലത്തെ ട്രെയിനിൽ പോകുന്നില്ല കേട്ടോ. സോ അങ്ങനെ ഇച്ചാനും കൂട്ടിയിട്ട് അതിന് ഇച്ചാനൊക്കെ ഉള്ളത് കേട്ടോ. അതിന് ഇച്ച ടിക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നില്ലത് ഗൈസ്. എൻ്റെ പൊന്ന് ഈർന്ന് ഇച്ച ബാഗ് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു സമാധാനം. ഭയങ്കര വെയിറ്റ് ആ സാധനത്തിന്. ബാഗിലെല്ലാം നമ്മൾ 3-4 ഡ്രസ്സ് അതിലുണ്ട് കേട്ടോ, ഒരു ബാഗിലാക്കിയത്. സോ മുമ്പത്തെ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെ എന്താ പറയലും, അതിന് ഫുള്ള് ചണ്ടിപ്പുണ്ണിയായിട്ട് ഫുള്ള് വെള്ളത്തിൽ വൈതാല ഫുൾ സ്വെറ്ററെല്ലാം ഇട്ടിട്ട് ഇടുന്ന് തന്നെ റെഡീന്. അവിടെ പോയിട്ട് ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ ട്രെയിനിൽ പോകുന്നില്ല. ഇവിടുന്ന് മംഗലാപുരം വരെ. മംഗലാപുരത്ത് നിന്ന് ഇനി ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിൽ മംഗലാപുരത്ത് നിന്ന് ഇറങ്ങിയിട്ട് തന്നെ പോകണം. ബസ്സിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മംഗലാപുരം ഇറങ്ങിയിട്ട് തന്നെ പോകണം. സോ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. സോ ട്രെയിനിലാകുമ്പോഴത്തേക്ക് എന്താ വെച്ചെങ്കിൽ നമ്മൾ ഈ സുബ്രഹ്മണ്യം എത്തുമ്പോഴത്തേക്ക് അവിടെ ഫുൾ തിരക്കാം. അവിടെ ഭയങ്കര കുറച്ച് ഒരിതായിരിക്കും, പ്രോബ്ലം എന്നല്ല. സോ ഈ അടുത്ത അമ്പലത്തിൻ്റെ അവരെല്ലാം അടുത്തേക്ക് നനച്ച് വന്നിട്ടുണ്ടാവും. അവർ ഫുൾ റഷാവും കേട്ടോ. അതായത് നമ്മളെ ഗവൺമെൻറ് ബസ്സിൻ്റെ കണിക്ക് എന്താ പറയുക, ഈ KSRTC ബസ്സിൻ്റെ കണിക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കുക. അപ്പോൾ ഈ അയനെ കൊണ്ട് കസിനെ കൊണ്ട് എന്താ പറയുക, നമുക്കൊരു ഓക്കെ ആയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പ്ലാൻ ആക്കിയിട്ടുള്ളത്, അവിടുന്ന് നമുക്ക് ഇതാക്കണ്ട, ട്രെയിനിൽ പോകണ്ട, വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ട്രെയിനിൽ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ അത്ര പ്രശ്നമുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു അപ്രയിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്നാ വന്നിരുമ്പോൾ വലിയ പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിട്ട. സോ എന്താ പറയല്, ഒരു മൂഡ് ഉണ്ടായിട്ടോ ട്രെയിനിൽ പോകാൻ. അതുകൊണ്ട് നമ്മൾ എന്താ പറയല്, ട്രെയിൻ തന്നെ ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ട്രെയിൻ വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. നമ്മൾ 6-ൻ്റെ ട്രെയിൻ വന്നത് 6:45 കേട്ടോ. തളരില്ല നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ബസ്സിലത് 8:00-9 മണിക്ക്. സോ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ മൾട്ടി, ഇല്ലെങ്കിൽ എന്താ പറയുക, ഒന്ന് ഹൈദരാബാദ്, പിന്നെ ഇല്ലെങ്കിൽ രാജഹംസ. ഇത് രണ്ടിലേതെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. മൾട്ടിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതാണ് പ്ലാൻ മെയിനുള്ളത്. എന്നാൽ ആരാംസെ പോവല്ല അടുത്തേക്ക്. അങ്ങനെ ട്രെയിനിൽ കയറുമ്പോൾ സീറ്റ് കിട്ടിയിട്ടുണ്ടായിട്ട് അതിനെ കൊണ്ട് നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സീറ്റ് കിട്ടി. എങ്ങനെയാലും ആക്കി സീറ്റ് എടുത്ത് തന്നിട്ടാ. അങ്ങനെ അവിടെ നമ്മൾ നേരെ മംഗലാപുരം പോയി. ഇനി ഫുഡ് കഴിക്കണം. രാവിലെ വന്നതല്ല. ഇനി ആടെ എത്തുമ്പോഴത്തേക്ക് വയറ്റിൻ്റെ ഉള്ളിൽ എന്തെല്ലോ സങ്കടം മീൻസ് ഇതെന്തെല്ലോ ടയർഡ്നെസ് വരും. വഹിച്ചിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ഫുൾ സൈഡാവും. അയനും ഉണ്ട്, നമ്മൾ സൈഡ് മുമ്പെല്ലാം നമ്മൾ സൈഡായി നമ്മൾ ഉമ്മൻ്റെ അവരെ ബാഗെല്ലാം എടുത്തിട്ട് നമ്മളെ ഒരു സൈഡിൽ ഇങ്ങനെ കൈമ പിടിച്ചുകൊണ്ട് പോകും. ഇപ്പം അങ്ങനെയല്ലല്ലോ, നമ്മളെ പുത്തനെ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് പോകണ്ടേ. അതുകൊണ്ട് നമ്മൾ ഛർദ്ദിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ മൂലൊക്കെ വീണെങ്കിൽ നമ്മളെ കുഞ്ഞിനെ ആരെ കൊണ്ടുപോകും. അങ്ങനെ എന്താ പറയുക, പറഞ്ഞ് ഞാൻ ആടെ ബസ് സ്റ്റാൻഡ് വരെ ഒക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്താ വെച്ചെങ്കിൽ ഓനിക്ക് പണിക്ക് പോകാനുള്ളത്, വെറുതെ നമ്മളെ കൊണ്ട് ടൈം കളയണതെന്ന് ഞാൻ പറഞ്ഞു. പോയിക്കോ മോനെ ബസ്സിൽ. എനിക്ക് ഞാൻ വെച്ചാൽ ഭയങ്കരമായിട്ട് മിസ്സായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിന്. സോ ഞാൻ ഈ പോകുന്നിട്ട് രാത്രിയിട്ട മുന്നേ പെരക്കെത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്നത് കുറേ ആയി, ഇപ്പോൾ 2 മന്ത്സിൻ്റെ അടുത്തായി. ഒരിക്കൽ വന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. സോ എന്താ പറയല്, ഞാൻ പോകുമ്പോഴത്തേക്ക് ഓൻ പെരക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഓന് നേരെ ഓട്ടോറിക്ഷൻ്റെ ടോക്കൺ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. സോ ഇവിടുന്ന് നമുക്ക് ഓട്ടോറിക്ഷയിൽ നിന്ന് എത്ര ഉറുപ്പ്യ, 5 ഉറുപ്പ്യ അങ്ങനെയൊന്നും കൊടുത്തെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടും. സോ അങ്ങനെ നമ്മൾ നേരെ വിട്ടിട്ട് ഇവിടുന്ന് അതിന് രാവിലെ എന്ത് പറയല്, ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേസും വാങ്ങി കൊടുത്തിട്ട് അവനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പോകുന്നത് വരെ അവന് ഓക്കെ ഉണ്ടായിന്. പിന്നെ ഇടുന്ന് ഇറങ്ങിയിട്ടാ ഫുള്ള് ട്രാഫിക്. പിന്നെ എന്താ പറയുക,
ആ ഇനി ഫുഡ് കഴിക്കണം. കഴിച്ചപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഭയ്യ ഉച്ചയ്ക്ക് ടൈം കളയണമെന്ന് പറഞ്ഞാൽ നീ പോയിക്കോടാ, നീ ആദ്യം ഫുഡ് കഴിച്ചോ, നമ്മൾ പോകുന്ന ഇടയിൽ അത് ഫുഡ് കഴിച്ചോളാം, നിൽക്കും ടൈം കളയണ്ടെന്ന് പറഞ്ഞിട്ട് അവനക്ക് ഇതിൻ്റെ ഇവിടെ അടുത്ത് തന്നെ. സോ നമുക്ക് ഇവിടുന്ന് കുറേ പോകണം. ആ ബസ് സ്റ്റോപ്പിൽ നമുക്ക് ഈ KSRTC ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകേണ്ടത്. ആഴത്തേക്കാണ് ഈ 2 ബസ് വരുന്നത്. സോ പോകുമ്പോഴത്തേക്ക് നല്ല ട്രാഫിക് കിട്ടുക, എൻ്റെ പൊന്നെ ഭയങ്കരത്തെ ട്രാഫിക് ഉണ്ടായിന്. സോ അതിന് നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ വരുന്നില്ല കേട്ടോ. എൻ്റെ പൊന്നെ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലേന്ന് അറിയില്ല, 3 ആളെ ബാഗ് 3 ആക്കാൻ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. എൻ്റേത്, കസിൻ്റേത്, അയനെന്നെ പിടിച്ചാൽ മതി തോന്നുന്നു. അത്രയും വെയിറ്റ് ഈ സാധനത്തിന്. അങ്ങനെ സോ നമ്മൾ നേരെ ഹോട്ടലിൽ കയറിയിട്ട് ആടെ എത്തിയിട്ടാകുമ്പോൾ അയ്യൻ്റെ കുലുമാല് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അതും വാങ്ങിക്കൊടുത്ത്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെ ഓനെ ഞാൻ ഈ ബാഗും ഓനും കൊണ്ടുപോകുന്നതെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയിട്ട്. പക്ഷെ ഞാൻ ഓന് വലിയ അലമ്പ് ആക്കിയെന്ന് പറയാൻ പറ്റിയില്ല. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറുങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറ്റക്കളി കളിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയല്, അങ്ങനെ നമ്മൾ എന്താ ഓർഡറാക്കി അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഉണ്ടല്ല ഇവിടെ ഒരു എന്ത് ബൺസില്ല മൈന ഞെരട് വന്നെങ്കിൽ ബൺസ് തിന്നു കേട്ടോ. പക്ഷെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൺസ് രാവിലെ തിന്നാൻ പറ്റിയിട്ടുണ്ടായിട്ടാ ഗൈസ്. ലാസ്റ്റ് നമ്മൾ എന്താ പറയല് ഒരു ബൺസ് കഴിച്ച് പിന്നെ അത് നമ്മൾ ഒന്ന് പാർസലാക്കിയിട്ടാ. പിന്നെ എന്താ പറയല് അതിന് ബിൽഡപ്പാക്കിയിട്ട് ഒന്ന് എടുത്ത് പക്ഷേ കഴിച്ചിട്ടാ. ലാസ്റ്റ് അവൻ കഴിച്ചത് എന്തായിരിക്കും, വൈദ ഒക്കെ എന്താ പറയുക മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിന്. അത് കഴിക്കുമ്പോഴത്തേക്ക് ഓനും ഓളൊക്കെ കൂടിയിട്ട് മസാല ദോശ കഴിച്ചിട്ടാണ്. പിന്നെ ഞാനും മസാല ദോശ ഒന്ന് വാങ്ങി, എന്നിട്ട് ഞാനും അയാനും കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് എന്താ പറയുക വൈദ സ്നാക്സ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്ന് അപ്പോഴത്തേക്ക് അയാൻ്റെ കുലുമാല് കാരണം അവൾ അങ്ങനെ തന്നെ തിരിച്ചിട്ട് വന്നിട്ടുണ്ടായിന്. നമ്മൾ അവിടെ എത്തിയിട്ടാകുമ്പോണ്ടല്ല ഒരു ബസ് പോയി എന്ന് പറഞ്ഞ് നമ്മൾ പാഞ്ഞോണ്ട് പോയിട്ടാ. എന്താ വെച്ചെങ്കിൽ ആടെ ഒരു ഹൈദരാബാദ് ഉണ്ടായിന്. നമ്മൾ വിചാരിച്ച അതായിരിക്കും. എന്നിട്ട് അവർ പറഞ്ഞ് ഇല്ല, അവർ വേറെ ഏതോ സ്ഥലത്ത്. സോ നിങ്ങൾക്ക് ഹാസനം പോകുന്നുണ്ടെങ്കിൽ വേറെ ഇതെന്ന് പറഞ്ഞ് ബസ്സെന്ന് പറഞ്ഞ്. സോ നമ്മൾ ആടെ എത്തുമ്പോൾ 8:45 അങ്ങനെ നമ്മൾ പ്ലാനാക്കിയൊക്കെ എനിക്ക് രാജഹംസ പോയി ഇനി മൾട്ടിയിൽ വെയിറ്റ് ആക്കുന്നില്ലത്. അങ്ങനെ ആടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് ഒന്നും നമുക്ക് ടെൻഷനായിട്ടാ. സോ എന്ത് പറയാം, അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ ഫസ്റ്റ് അങ്കിൾ പറഞ്ഞ് എന്താ പറഞ്ഞ് പുറത്തുനിന്നായിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് ഫുള്ള് നമ്മൾ ടിക്കറ്റ് എവിടെ എടുക്കണമെന്ന് പറഞ്ഞ് തപ്പി നടന്നിട്ടാ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ സാധനം ഈ ബാഗെല്ലാം ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് പോകാമെന്ന്. ഇത് ഇട്ട സംഭവം ഈ ബസ്സാണ്, ഒരു ബസ് പോയല്ല ആ ബസ്സിന് ഇട്ടാൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. സോ അങ്ങനെ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ ചോദിക്കുമ്പോൾ വേണ്ട, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കയറിയിരുന്നു, അവളുടെയൊക്കെ നമ്മൾ വരും ടിക്കറ്റ് എടുക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെൻഷനെല്ലാം കഴിഞ്ഞ് നേരെ ബസ്. അപ്പോഴത്തേക്ക് അയന്ന് സ്നാക്സ് വാങ്ങാൻ വിട്ടിട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു ബസ്സിൽ ഇതെല്ലാം വെച്ച ശേഷം വാങ്ങിയിട്ട് വന്നാൽ മതി. ഇതിട്ട ബസ് എൻ്റെ പൊന്നെ ഫുൾ സെറ്റപ്പ്. ഇതിൽ ഇങ്ങനെ കിടക്കാൻ പറ്റും, കാലും അതേ കണക്ക് ബെഡ് എല്ലാത്തിനും വെൽ സെറ്റപ്പ് ഇട്ടാ. AC ഫുൾ നല്ല രസമുണ്ടായിരുന്നു ബസ്. അങ്ങനത്തെ ഈടുന്ന് തന്നെ ഫുൾ അയനെ സെറ്റാക്കണം. എന്താ വെച്ചെങ്കിൽ അമ്മാതിരി തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അയന് ഫസ്റ്റ് അത് ഷർട്ടറെല്ലാം നമ്മൾ എന്താ പറയുക ബാഗിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക പെട്ടെന്ന് അടിയിലെല്ലാം ആയിപ്പോയെങ്കിൽ കിട്ടിയല്ല. അതുകൊണ്ട് തണുപ്പ് കയറുമ്പോഴത്തേക്ക് മാത്രം അതെടുത്താൽ മതി ബാഗിൽ നിന്ന്, ഇല്ലെങ്കിൽ എടുക്കുന്ന വേണ്ടെന്ന് വെച്ചിട്ട് എടുത്തിട്ടാട്ടോ. അപ്പോഴത്തേക്ക് കസിന് പോയിട്ട് ഫുൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയല് സ്നാക്സ് എല്ലാം കൊണ്ടുവന്നിട്ടാ. അത് ഞാനിതാ ഇരുന്നിട്ട് കഴിക്കുന്നില്ലത്. ബസ് സ്റ്റാർട്ടാക്കുമ്പോഴത്തേക്ക് ഓന് ഫുള്ള് സെറ്റാക്കിയിട്ടാ. എനിക്ക് വേണമായ ലേസ്, ഓനിക്ക് വേണമായ എന്തെങ്കിലും കാലെല്ലാം വെക്കാനുള്ള നമ്മൾ വെച്ചൊക്കെ എനിക്ക് ഓനിക്ക് വെച്ചിട്ട് കൊടുക്കണം. അതേക്ക് എനിക്ക് ചാറിയിട്ടിരിക്കാൻ എന്താ പറയില്ല ഫുള്ള് സെറ്റാക്കി കുടിക്കുന്നില്ല ഇത്. പിന്നെ എന്താ പറയുക അയ്യനും ആ സീറ്റ് പിടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താക്കി, നമ്മൾ ഫുള്ള് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ട് അതായത് നമുക്ക് വേണേ സാധനം എല്ലാം വെച്ച് അതിനെ കണ്ട അതിന് ഒരു സൈഡിൽ ലേസ് വന്നിട്ട് ഒരു സൈഡിൽ ഓൻ്റെ ക്യാപ്പ് അതായത് എനിക്ക് കുപ്പി എല്ലാം സെറ്റപ്പാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയില്ലേ ബസ് സ്റ്റാർട്ടാക്കാൻ നോക്കുന്നില്ല. നമ്മൾ ബസ്സിൽ ഇരുന്നിട്ട് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ബസ് സ്റ്റാർട്ടായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് ലേറ്റായി, നമുക്ക് ഈ ബസ് ഉറപ്പായിട്ട് മിസ്സായിട്ടേനും. സോ അങ്ങനെ നമ്മൾ പോകുന്നില്ല തെട്ടാ.
അങ്ങനെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ നല്ല രസം കിട്ടുക. ഇത് ഫുള്ള് ഗ്ലാസ് ഇത് ഒന്നാമതുണ്ടല്ലോ നമ്മളെ ഹാസനത്തിലെ ഈ KSRTC മറ്റേ ബസ്സിൽ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് കയറി ഇരുന്നാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സ്മെല്ല് കൊണ്ട് ഛർദ്ദിച്ചിട്ട് നമ്മൾ ഇതാക്കും കേട്ടോ. എന്താ വെച്ചെങ്കിൽ പറ്റില്ല, ആ ബസ് കാണുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റുന്നു. അത്ര ഇത്ര ലോങ് എത്ര നമുക്കുണ്ടല്ലോ 6 മണിക്ക് നമുക്ക് ഇങ്ങനെ 6, 7, 8, 9, 10, 11, 12 ഒരു 8 മണിക്കൂർ 8-9 മണിക്കൂർ വേണം കേട്ടോ ഹാസന പോവാൻ. സോ അപ്പോഴത്തേക്ക് നമ്മൾ ഈ ബസ്സിൽ പോയി എങ്ങനെ ഉണ്ടാവും എൻ്റെ പൊന്നെ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ ബസ് നമ്മൾ ചിന്തിക്കുന്ന പോലെയില്ല. സോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വൈദ വീണിട്ട് കുറച്ച് നേരം ഡ്രാമ നോക്കിയിട്ട് ഓൾ കടന്നിട്ട് ഉറങ്ങിയിട്ടാ. പിന്നെ അയ്യനിതാ വൈദേൻ്റെ അടുത്ത് കയറിയിട്ടിരിക്കുന്നത്, എൻ്റെ അടുത്ത് കയറിയിട്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ട് പോകുന്നില്ല. ചില നല്ല രസമില്ല. നമ്മൾ മംഗള ഫുള്ള് സെറ്റാകുന്നുണ്ട്. ഓരോരോ ഫ്ലാറ്റ് വരുന്നതിന് മക്കളെ എന്തെന്ന് അടിപൊളിയിട്ട. സോ ഇത് നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോയി. പക്ഷേ ഒരു കോമഡി എന്താണെന്നറിയോ, ബസ്സിൽ എത്ര ഷീറ്റ് ഉണ്ട്, അതായത് സീറ്റ് ഉണ്ടല്ലോ നമ്മളെ എത്ര സീറ്റ് ഉണ്ട്, എത്ര ഹാൻഡ് ഉണ്ട്, എല്ലാം എനിക്കും അറിയാം കേട്ടോ. ഏത് ഏടെ ഉള്ളതെന്നും പറഞ്ഞിട്ട് ഫുൾ ഓനെല്ലാം നോക്കിയിട്ട് വരുന്നുള്ളത്, സെറ്റാക്കിയിട്ട് വരുന്നുള്ളത്. പക്ഷെ നമുക്ക് സീറ്റ് ഫുള്ള് കാലി ഉണ്ടായത് കേട്ടോ. ആകെ ഒരു എത്ര ആൾ, ഇത്ര ബസ്സിൽ ഒരു 5 ആൾ 6 ആൾ ഇത്രയും ഉണ്ടായിട്ടു. അതുകൊണ്ട് ഫുള്ള് ഫ്രീ ഉണ്ടായിട്ട് ആർക്ക് ഏടെ വേണമെങ്കിൽ കടന്നിട്ട് ഉറങ്ങുക, അതാണ് മെയിൻ ഉണ്ടായത്. അയ്യന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണാതായിട്ടാ. അയ്യനത് ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് പോയി. പയ്യ കുഞ്ഞിനെ കാണുന്നില്ല. പയ്യൻ നോക്കുമ്പോൾ ഇതാ ബാക്ക് സീറ്റിൽ ഫുള്ള് കുശിയോടെ കുശി. പിന്നെ ഈടെ ഓനെ ഇരുന്നെങ്കിൽ ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി നേരെ ഓനെ കൊണ്ടുപോയിട്ട് ഈടെ തന്നെ കുറച്ച് നേരം ഉറക്കിയിട്ടാ. പിന്നെ എന്താ വെച്ചാൽ ഓന് മുമ്പിലെ പിന്നിൽ ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് അതിനെ ഈടുന്ന് ഞാൻ എത്തിച്ചിട്ട് എന്താക്കി നല്ല ഓനെ എടുത്തിട്ട് പോയി. ഈ ഒരു ഇതിൽ നമ്മൾ മറ്റേ ബസ്സിലല്ല ഒരു സൈഡിൽ നിന്നെങ്കിൽ 10 സൈഡിലേക്ക് പോകല്. അപ്പം ഞാൻ എന്താക്കി, ഈ ബസ്സിലാകുമ്പോൾ അങ്ങനെയില്ല. അവന് ഷോൾഡർ ഇട്ടിട്ട് ഇങ്ങനെ ട്രെയിനിൽ പോകുന്നതൊക്കെ എനിക്ക് ഉണ്ടാകുന്നിട്ട് അത്ര ഒന്നാമത് റോഡ് ശരിയില്ല, റോഡ് ശരിയാക്കുന്നുള്ളൊരു കുഴി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ല ഗായ്സ്. ഫുൾ ഘാട്ടി മീൻസ് നിങ്ങൾ മുകളിൽ കാണുന്നുണ്ട് ആ കുന്ന് കയറണം കേട്ടോ. ഭയങ്കര വൈബ് ഉണ്ടായി. ഞാൻ പെട്ടത് എങ്ങനെ വെച്ചെങ്കിൽ ഞാൻ റൈറ്റ് സൈഡാണ് ഇരിക്കണത്. ഇങ്ങനെ ഉണ്ടല്ല, ഇനി എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇനി ബാംഗ്ലൂരെല്ലാം പോകുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് സീറ്റ് പിടിക്കാൻ ട്രൈ ആക്കുക. എന്താ വെച്ചെങ്കിൽ റൈറ്റ് സൈഡിൽ ഇരുന്നെങ്കിൽ വേവ് കാണാൻ കുറേ ഉണ്ട്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ അത്ര ഒന്നുമില്ലത്, ഇങ്ങനത്തെ കാർഡ് മാത്രം കാണണം. കുറച്ച് വ്യൂ കാണുന്നേ ഉള്ളൂ. ഇങ്ങനെ വാട്ടർഫോൾസ് അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ മാത്രം കാണാനുള്ളത്. പക്ഷേ ഇങ്ങനെ വൈബായിട്ട് നിങ്ങൾക്ക് നോക്കാനുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് സീറ്റിലെടുത്ത് ഇങ്ങനെ എൻ്റെ മക്കളെ എന്ത് രസം. പക്ഷെ ഇതാ ഈ അയാനും ഉണ്ടല്ല, നമ്മൾ ഘാട്ടി ചെയ്തിട്ട് ആ ഘാട്ടി മീൻസിനുള്ള ഈ ചുര ഇങ്ങനെ റൗണ്ട് ആയിട്ടുണ്ടാവില്ല, വലിയ ചുരയുണ്ടാവും. സോ എന്താ പറയില്ലേ, അത് എത്തിയെങ്കിൽ നമുക്ക് നെറ്റ്വർക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് വാട്ടർഫോൾസ് നിങ്ങൾ കണ്ടോയെന്നറിയില്ല, താഴെ ഉണ്ടായിന്. സോ വൈദ ആ സൈഡായി, ആയാനും ഈ സൈഡായി. അതൊക്കെ കൊണ്ടുണ്ടല്ല ആ സൈഡ് ആയാനും എൻ്റെ എന്താ പറയല് മുകളിൽ കടന്നിട്ട് ഉറങ്ങിയതുകൊണ്ട് എനിക്കാനോ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ആ സൈഡിലത്. പക്ഷെ മാക്സിമം ഞാൻ വരുമ്പോഴത്തേക്ക് ട്രൈ ആക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് മുമ്പിൽ കാണും, വീഡിയോ എടുക്കുമ്പോൾ സൈഡിൽ പോകട്ടോ. അപ്പോഴത്തേക്ക് ആ സൈഡ് ഫുൾ കട്ടൺ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട. പിന്നെ അപ്പോഴത്തേക്ക് തണുപ്പ് സ്റ്റാർട്ടായിട്ടോ. ഒന്നാമത് AC ഫുള്ളുണ്ടായിന്, നല്ല തണുപ്പുണ്ടായിന് കേട്ടോ. അങ്ങനെ അയനും അടുത്തുമ്പോഴത്തേക്ക് ഇനി പനി വന്നേക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അയനിക്ക് തണുപ്പെന്ന് പറഞ്ഞാൽ വേറൊന്നും വേണ്ട, അത്ര ഇഷ്ടം തണുപ്പ്. അതുകൊണ്ട് ഓന് ഫുൾ കൂളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തുനിന്ന് വേറെ പ്രശ്നം ഉണ്ടായിട്ട് ആ പോകുമ്പോഴത്തേക്ക് ബസ്സിൽ കുറച്ച് ഒരു 1/2 മണിക്കൂർ ഒരു അലമ്പാക്കിയെന്നേ ഉള്ളൂ. പിന്നെ അവൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടാ. സോ ഇതാ ചുരയെല്ലാം കയറിക്കൊണ്ട് വരുന്നില്ല കേട്ടോ. പക്ഷേ ഒരു കോമഡി എന്ന് വെച്ചെങ്കിൽ നമ്മൾ ആടെ എത്തിയിട്ടാകുമ്പോൾ എങ്ങനെ പോകുന്നതായിരിക്കും. ഞാൻ അയ്യനോ വൈദ ഇത്ര വലിയ ബാഗും അതൊക്കെ എനിക്ക് ഹാൻഡ് ബാഗും 2 ഉണ്ട് കേട്ടോ. അത് വൈദേൻ്റെ കൈമിലുള്ളത്. സോ ഇത് പിടിച്ചിട്ട് നമ്മൾ എങ്ങനെ പോകുന്നു ചിന്തിക്കുന്നുള്ളത്. അപ്പോഴത്തേക്ക് ഞാനുണ്ടാവും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അപ്ഡേറ്റ് ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഘാട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ടൗൺ എത്തി.
നമുക്ക് ഈ സക്ലേഷ്പുരം എത്തുമ്പോഴത്തേക്ക് കുറച്ചൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 10 മിനിറ്റ്. നിങ്ങൾക്ക് പോയിട്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കഴിക്കണമെങ്കിൽ കഴിച്ചോ എന്നല്ല പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ചാർജ് ഉണ്ട് കേട്ടോ. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഒരു 10 മിനിറ്റ് ചാർജ് കുത്തി വെച്ചതുകൊണ്ട് ചാർജായി, വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചാർജ് അങ്ങനെ തന്നെ പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് അവിടെ പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. അങ്ങനത്തെ ഹാസന എത്താറായി ഗൈസ്. അവിടെ നമ്മളെ കൂട്ടാൻ വന്നിട്ടുള്ളത് നമ്മളെ അങ്കിളുടെ ഏട്ടനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ അങ്കിളുടെ കണിക്ക് തന്നെ ഉണ്ട്. അയ്യാനും എങ്ങനെ പോയിന്ന് അറിയില്ല. അവരൊക്കെ ഉണ്ടല്ലോ, അവർ വന്ന് നമ്മൾ ബാഗ് തിരിഞ്ഞ് പോയി നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഓൻ വിചാരിച്ചത് അങ്കിളല്ല. പെട്ടെന്ന് കാണുമ്പോൾ അങ്കിളുടെ ലുക്കേ ഉണ്ട്. അതിന് ഓൻ അങ്കിളെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ടാ പിന്നെ അതാ നമ്മൾ പോകുന്നില്ലത് ഈ വണ്ടിയിൽ ഗായ്സ്. അതും ഞാനും അയ്യാനും വൈദവും, അതായത് കസിനും പിന്നെ ഭയ്യാവും, ഇത്ര ആളും നമ്മൾ ഈ വണ്ടിയിൽ പോകുന്നില്ലത്, അതും ഹൈവേയിൽ ഹെൽമെറ്റ് ഇടാതെ. അപ്പോൾ ഇനി ഇവിടെ എത്തിയിട്ടുള്ള വിശേഷം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.